ഹലോ ഗൈസ്, നമ്മള് ബൂബുക്കുട്ടൻ ഇതാ റോസ് പൂ പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് വെറുതെ റിൻമോളായ്മ ഇങ്ങനെ വെച്ചുകൊടുത്തേ. ഓനക്ക് ആ പൂവ് കിട്ടണം കളിക്കാന്. കടിച്ചെടുത്തോടി ഓന് പൂവായിട്ട്. ബൂബുക്കുട്ടന് തന്നീലേ ഓള്? വാ ബൂബുക്കുട്ട വാ, വാ ബൂബുക്കുട്ടി വായോ. കൊടുക്കടി കുട്ടിക്ക് കളിക്കാന്. ഇതാ ഒന്നും കൂടി അതാ ഇമ്മ എടുത്തോ. നിക്കടി മാറ്. ഗൈസ്, ബൂബുക്കുട്ടന്റെ അക്രമമാണ് ഈ കാണുന്നത്. ബൂബുക്കുട്ടനെ റോസ് പൂവ് എടുക്കാണ്, പൂവ് എടുത്ത് കളിക്കണ ബൂബു. ബൂബു ഈ കൊമ്പാട് ഒടിച്ച് ഗൈസ് ചെറുക്കൻ. ഇല്ല ഗൈസ്, പൂട്ടെടുക്കല്ലേ കുട്ടിക്ക്. നമ്മള് ഗൈസ് പൂ ഇതിനെ തന്നെ ഫിക്സ് ചെയ്യാട്ടോ. പിന്നെ നോക്കണുണ്ടിട്ടാ എടുക്കാനുള്ള പരിപാടി. ഞാൻ തരൂല, തരത്തില്ല. എവിടൊക്കെ വെക്കണെന്നോ നോക്ക. ഇനി ഓനത് കാണും. എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഗൈസ്, നമ്മളെ വിരുന്ന് പോയ ആള് വന്നിട്ടുണ്ട്. ഒരു കോള് വന്നതാണ്. നമ്മളെ വിരുന്ന് പോയ ആള് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ആരാന്നല്ലേ, നമ്മളെ പപ്പുക്കുട്ടന് വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. പപ്പുക്കുട്ടൻ വന്നിട്ടുണ്ട്. ആള് ഭയങ്കര ദേഷ്യത്തിലാണ്. അല്ല പപ്പുസേ, പപ്പുസേ, പശുക്കുട്ട നോക്ക്, അമ്മച്ചിന്റെ വീഡിയോ ഒക്കെ നോക്ക്. എന്നടാ ഓന് തെറ്റിക്കണ് കേട്ടോ, ഓന് ചെറ്റിക്കണ് കള്ളമണി. പപ്പുക്കുട്ട നോക്കടാ, ഒരു ഹായ് പറ. ഹായ് പറയില്ല ഇന്നെ കാട്ട്. ഓന് കെട്ടിട്ടിരിക്കണ് കേട്ടോ. ഓന് കെട്ടിയിടുന്ന എന്താ വെച്ചാ അറിയാം ഗൈസ്, ഓന് എന്താ പറയാ, വിട്ടാല് എവിടെയും പോവും. എല്ലായിടത്തും പോയാലും ഓൻ തിരിച്ച് ഇവിടെ തന്നെ വരും. പക്ഷെ എന്താ വെച്ചാ ഇവിടെ ഒരു വേറെ പൂച്ചുണ്ട്. അപ്പൊ അവനായിട്ട് ഭയങ്കര കടി കൂടിയിട്ട് എന്താണ് കയ്യിലും തലമൊക്കെ മുറിയാക്കിയിട്ടും വരും. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് അവനെ കെട്ടിയിടുന്നത് കേട്ടോ. ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി തീറ്റയും കാര്യങ്ങളൊക്കെ അടിച്ചതാണ്. എന്നാലും മുറിയൊക്കെ ആയാൽ അവിടെ ഉണങ്ങാതൊക്കെ വന്ന വല്ല ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവുന്നുള്ള ഒരു പേടിക്കാണ് അവൻ എപ്പോഴും അങ്ങനെ കെട്ടിയിരുന്നത് കേട്ടോ. നമ്മളെ ബാനു മുല്ലപ്പൂ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ കുറ്റിമുല്ലുണ്ട് കുറച്ച്, അത് കാണാൻ അപ്പുറത്താണ്, അത് കാണാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ട്, മുട്ടൊക്കെ ഇട്ടിട്ട് കണ്ട ഇതേട്ടാ. ഇതുണ്ട്, ഞങ്ങൾ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ഇതിട്ടാ കുറ്റിമുല്ല. കുറെ ഞങ്ങള് വെട്ടിയിട്ടതാണ്. പിന്നെ ഞങ്ങള് ഇവിടെയൊക്കെ മണ്ണ് ഇങ്ങനെ കയറ്റിയിട്ട കാരണം കുറെ പോയി. ഞാൻ ഭാഗത്തേക്കാണ് കുറച്ചുള്ളത്. നമ്മള് ബൂബുക്കുട്ടന് ഭയങ്കര കളിയിലാണ് ഇവിടെ. ഹായ് ബൂബു. ഇന്ന് നമ്മള് പൂച്ചക്കുട്ടന്മാരെ വീഡിയോസാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ പപ്പുക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മോളും ആണ് അവിടെ നിൽക്കണത്. അപ്പോൾ ഓളെ കണ്ടപ്പോൾ വന്ന് രണ്ടാളും കണ്ടപ്പോൾ ഭയങ്കര ഇതിലായിരുന്നു കേട്ടോ. അവള് ചെന്നിട്ട് ഈ എവിടെ പോയി, ഇത്രയും ദിവസം എവിടെ ഇരുന്നു എന്നൊക്കെ ചോദിച്ചു കേട്ടോ അവനോട് പോയിട്ട്. മോളൂസേ, മോളൂസ് പെണ്ണെ, മോളോ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സാധാമുല്ലും കൂടെ പറയുന്ന നോക്കിക്കോളി. സാധാമുല്ല പറയാണ് ഇന്ന ആർക്കും വേണ്ട, ഞാൻ വരില്ല, ഞാൻ പിണക്കാണ് നിങ്ങളോട്. കാട്ടൂല്ല പറയാ എനിക്ക് എല്ലാരും ഇഷ്ടാണ്, ഞാൻ വേഗം വരും എന്ന് പറയാം. അപ്പൊ ഇക്കൊരു സാധാമുല്ലനെ ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ ഇത് ഉണ്ടാവണില്ല, 2 ഉണ്ടായിട്ടുള്ളൂ ആദ്യം. കാണാതെ ആയതിന്റെ ഒക്കെ ആ ഒരു ഇതിലാണ് കേട്ടോ അവര് രണ്ടുപേരും. ഭയങ്കര എന്താ പറയാ, ഇത്രയും ദിവസം എവിടെയായിരുന്നു, പിന്നെ മറന്നോന്നൊക്കെ ചോദിക്കും അവളിങ്ങനെ പോയിട്ട്. പപ്പൂസേ, പപ്പു
അതിന് ഭയങ്കര ഡിമാൻഡ്, എന്നോട് മുണ്ടണ തന്നെ ഇല്ല. പിന്നെ ബുബുകുട്ടൻ ഇവർ രണ്ടാളും അതൊക്കെ ഇങ്ങനെ കണ്ട് കിടക്കുകയാണ് ഇപ്പൊ ഇവിടെ. കഴിഞ്ഞാ കളിയൊക്കെ കഴിഞ്ഞാ? ബൂബ പരാക്രമൊക്കെ കഴിഞ്ഞോന്ന്. ഇന്നിപ്പോ 3 പേരെ ഒന്ന് കുളിപ്പിക്കണം കേട്ടോ. പപ്പു പോയി വന്നതൊക്കെ അല്ലേ, അപ്പൊ ഓനൊന്ന് കുളിപ്പിക്കണം. പിന്നെ മൂളൂസിനെ ഒന്ന് കുളിപ്പിക്കണം. ഇന്നലെ കുളിപ്പിക്കാൻ പറ്റിയില്ല. ഇന്നലെ ചെറുതായിട്ട് മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളിപ്പിച്ചിട്ടില്ല. അപ്പം ഞാൻ നല്ലോണം തുടച്ചിട്ടൊരു ലേശം നേരം ഇങ്ങനെ കുറച്ച് നേരം വെയിലത്തൊന്ന് ഓരോ കൂട് കൊടുന്ന് വെച്ചിട്ട് അതിലാക്കിയിട്ട് നിർത്തും. പിന്നെ അകത്ത് കൊണ്ടുപോയി ഫാനിട്ട് നിർത്തലാണ് കേട്ടോ. ഒരു ലേശം നേരം ഇങ്ങനെ വെയിലത്ത്, കാരണം ആ കുളിച്ച ആ ഒരു തണുപ്പിൻ്റെ ഇത് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിലത്ത് നിർത്തും വരാം. അപ്പോൾ ഇന്നലെ വെയിലില്ലാത്തതുകൊണ്ട് കുളിപ്പിച്ചിട്ടില്ല. ബൂബുകുട്ടാ ഓൻ്റെ കാടാണിത് കേട്ടോ. ഈ ചെടിയുടെ ഭാഗം ഓൻ്റെ കാടാണിത്. ഓൻ എപ്പോഴും കളിക്കൽ ഇവിടെയാണ്. പിന്നെ നമ്മൾ പാപ്പൂസിന് മെയിനായിട്ട് എന്താ പ്രശ്നം എന്ന് പറയുക, ഓനക്ക് അകത്ത് കയറണം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവനക്ക് അകത്താണ് ഇഷ്ടം. പക്ഷെ ഞാൻ അങ്ങനെ അവനെ അകത്ത് നിർത്തില്ല. അവനെന്താ അറിയാം, ഇവന് മൂത്രയിക്കും. അപ്പം ഇടൊന്നുമില്ല, പക്ഷെ മൂത്രയിക്കും അകത്ത് വന്നാലും ഓന് ഭയങ്കര കള്ളനാണ് ഓന്. അപ്പം ഞാൻ വല്ലാണ്ട് അവനെ അകത്ത് നിർത്തലില്ല. അപ്പം ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മോളൂസേ, കുഞ്ഞു ബാവാക്കൊക്കെ സുഖല്ലേ മോള്? അവള് പോയി. എന്നാ അപ്പൊ ഗൈസ് ഇതാ കുറച്ചൊക്കെ മുല്ലപ്പൂവ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. റിനുമോൾക്കും കിട്ടിയിട്ടുണ്ട്. ഇത് ബാനുവിൻ്റെതാണ്. ഇത് ഒറിജിനൽ മുല്ലപ്പൂവ് കിട്ടാ. മറ്റേല് കുറച്ചെന്തോ മറ്റേ മുല്ലയൊക്കെ ഉണ്ട്, കാട്ടുമുല്ല കാര്യങ്ങളൊക്കെ. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒന്ന് പറഞ്ഞാണേ. അപ്പൊ താങ്ക് യു ഗൈസ്. നമ്മളെ വീഡിയോസ് നാവ് കിടന്നാവുന്നുണ്ട്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടാല് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, നമ്മളെ വീഡിയോ നമുക്ക് വ്യൂസൊക്കെ കുറവാട്ടോ. നമ്മളെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഗൈസ് നല്ല ചുമയാണ് കേട്ടോ. അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ നല്ല ചുമയാണ്. അപ്പൊ എന്താ പറയാ, അതാണ് സൗണ്ടൊക്കെ എങ്ങനെ ഇരിക്കണത് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോസ് ഇവിടെ അതിൻ്റെ ചെയ്യാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യാം. പിന്നെ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി ഓളുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എന്നാൽ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഗൈസ് പറയൂ ടാറ്റാ. താങ്ക് യു.